അവൻ ഈ ഭൂമിയിൽ മരിക്കുന്നത് വരെയും അവൻ മുമ്പിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിൽ നമുക്ക് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ, നമ്മൾ വഴിയിൽ ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ, വഴിയിൽ കിടക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 19-ാമത്തെ വാക്യം. അധ്യായത്തെക്കുറിച്ച് നോക്കുന്ന സമയത്തിലും വളരെ നല്ലതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, അതാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം അപ്പോസ്തലന്മാരുടെ കാലഘട്ടമാണ്. പിതാവായ ദൈവത്തിൻ്റെ കാലമുണ്ടായിരുന്നു, പ്രവാചകന്മാരുടെ കാലമുണ്ടായിരുന്നു, ന്യായാധിപന്മാരുടെ കാലഘട്ടമുണ്ടായിരുന്നു, കർത്താവ് തിരഞ്ഞെടുത്തതായിരിക്കുന്ന മറ്റ് ചെറിയ പ്രവാചകന്മാരുടെയും വലിയ പ്രവാചകന്മാരുടെയും കാലഘട്ടമുണ്ടായിരുന്നു, മോശയുടെ കാലമുണ്ടായിരുന്നു, യോശുവയുടെ കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞിട്ട് സ്നാപക യോഹന്നാൻ്റെ കാലഘട്ടമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം കടന്നു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം യേശുവിൻ്റെ ശിഷ്യഗണങ്ങളായിരിക്കുന്ന പത്രോസിൻ്റെ കാലഘട്ടം വന്നു. അത് കഴിഞ്ഞിട്ട് പൗലൂസിൻ്റെയും മറ്റ് ശിഷ്യന്മാരുടെയും കാലഘട്ടം കടന്നു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം തിമോത്തിയോസിനെയും അങ്ങനെ തുടങ്ങിയുള്ള പൗലൂസിൻ്റെ ശിഷ്യഗണങ്ങളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാലഘട്ടത്തിൽ നമുക്ക് മുൻപിൽ ഒത്തിരി പ്രവാചകന്മാർ, ഒത്തിരി ദൈവദാസന്മാരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലും മറ്റനേക രാജ്യങ്ങളിലും ഒരുപാട് ദൈവദാസന്മാരെ ദൈവം അവരുടെ കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാലഘട്ടം നോക്കുന്ന സമയത്തിലും ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ഒത്തിരി പേരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്. ആ അപ്പോസ്തലന്മാരുടെ കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം അപ്പോസ്തലന്മാരെ ശുശ്രൂഷ ഏൽപ്പിച്ചു. അതിന് പത്രോസും പൗലൂസ്, യാക്കോബ്, യോഹന്നാൻ ഇങ്ങനെയുള്ളവരൊക്കെ ശുശ്രൂഷ ചെയ്തിട്ട് അവരുടെ കാലം കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറക്കാരെ ശുശ്രൂഷ ഏൽപ്പിച്ചു. അവർ ചെയ്തു. അവരുടെ കാലം കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തു. ഇതെല്ലാം അപ്പോസ്തലന്മാരുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ നമ്മൾ നോക്കുന്ന സമയത്തിലേക്കും അപ്പോസ്തലന്മാരുടെ കാലഘട്ടം തന്നെ ആയിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ തുടക്ക കാലഘട്ടത്തിലുള്ളതുപോലെ അല്ല. ഇപ്പോൾ ദൈവം കാലാകാലങ്ങളിൽ എല്ലാത്തിനും ചേഞ്ച് വരുത്തുന്നുവെങ്കിലും പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അവിടെ തീർന്നിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം സ്തോത്രം കൂടുതൽ നമ്മൾ പഠിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കൂടുതൽ ഞാൻ പഠിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ട് എനിക്ക് നടക്കുന്നുമില്ല. പക്ഷേ അത് പഠിക്കുന്നത് നല്ലതാണ്. കാരണം ഈ കാലഘട്ടവുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ആത്മീക ശുശ്രൂഷകളുമായിട്ട് വളരെയധികം സാമ്യമുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു നമ്പറാണ് 19. അതിനകത്ത് ഇങ്ങനെയായിരിക്കുന്നത്: ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അപ്പോൾ ക്ഷുദ്രപ്രയോഗം ഉണ്ടായിരുന്നു, ക്ഷുദ്രപ്രയോഗത്തിന് പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. യേശുവിൻ്റെ തലയ്ക്ക് എത്ര വെള്ളിക്കാശ? 30 വെള്ളിക്കാശ്. പക്ഷേ ക്ഷുദ്രപ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച പുസ്തകത്തിൻ്റെ വില എത്രയാ? 50,000 വെള്ളിക്കാശ്. അപ്പോൾ എന്തുമാത്രം ക്ഷുദ്രത്തിന് വേണ്ടിയിട്ട് വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ അവരുപയോഗിച്ചിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എത്ര രൂപ വിലപിടിപ്പുള്ള ക്ഷുദ്രപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിവ് ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശമുണ്ട്. അറിവ് പലപ്പോഴും നമ്മുടെ മേൽ കടന്നു വരും. എനിക്കിതിനെക്കുറിച്ചൊരു അറിവുണ്ട്, എനിക്കിതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്ന് ആരെങ്കിലും ആത്മീകമായി അഥവാ ബിബ്ലിക്കലി ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ഡെലിവറൻസ് അവിടെ തീരുകയാണ്. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം അവിടെ അസ്തമിക്കുന്നു. ആ വ്യക്തിയുടെ വിടുതൽ അവിടെ പൂർണ്ണമായി നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് അറിവില്ല, എനിക്കിതിനെക്കുറിച്ച് പഠിക്കാൻ വലിയ ആഗ്രഹമാണ്, എനിക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമാണ് എന്ന് ഏതെങ്കിലും വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ വിടുതൽ അവിടെ ആരംഭിക്കുകയാണ്. ഏറ്റെടുക്കുന്നവരൊക്കെ ഒന്ന് കൈയടിച്ച് പറയാം, എനിക്ക് പഠിക്കണം, എനിക്കറിയണം, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്, എനിക്ക് ചിലതൊക്കെ മനസ്സിലാക്കിയെടുക്കാനുണ്ട്, എനിക്ക് ചിലതൊക്കെ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ജലസ്നാനം അഥവാ രക്ഷിക്കപ്പെട്ട് സ്നാനം സ്വീകരിച്ച് അഭിഷേകം പ്രാപിച്ചു എങ്കിൽ അവിടെ കൊണ്ട് പൂർത്തിയായി എന്ന് പഠിപ്പിക്കുന്ന
ചില പ്രത്യേക ഉപദേശങ്ങളൊക്കെ ഉണ്ട്. ഞാനതിനൊന്നും എതിരല്ല, അതൊക്കെ ഓരോരുത്തർക്ക് ദൈവം കൊടുത്ത ദർശനം. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു വ്യക്തി കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തെ വലിച്ചെറിഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ പിതാപുത്ര പരിശുദ്ധാമ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാമൻ്റെ അഭിഷേകം പ്രാപിച്ചതോടുകൂടി എല്ലാം പൂർത്തിയായി എന്നല്ല, ആ വ്യക്തിയുടെ യാത്ര ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ വ്യക്തിയുടെ യാത്രയുടെ തുടക്കം അവിടെ കുറിക്കപ്പെടുകയാണ്. മനസ്സിനകത്ത് ഏറ്റെടുത്താട്ടെ, ഞാൻ സ്നാനം സ്വീകരിച്ചുവെങ്കിൽ എൻ്റെ യാത്ര ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ഒരറിവുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് കടന്നു വരും. ഇവിടെ കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു ദൈവത്തിൻ്റെ പൈതൽ ജൈത്രയാത്ര നടക്കുന്നത് സ്വർഗത്തിലെത്തുന്നത് വരെയും അവന് യാത്രയാണ്. അവൻ ഈ ഭൂമിയിൽ മരിക്കുന്നത് വരെയും അവൻ മുമ്പിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിൽ നമുക്ക് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ, നമ്മൾ വഴിയിൽ ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ, വഴിയിൽ കിടക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിച്ചു പോകാൻ കഴിയത്തുള്ളൂ. ഈ കാലഘട്ടത്തിലെ അറിവിന് നമുക്ക് ദൈവത്തെക്കുറിച്ച് കുറേ നമുക്ക് അറിവ് ദൈവം തരുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തിന് വിപരീതമായി മനുഷ്യനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ കടന്നു വരുന്ന സാത്താൻ്റെ സ്വാധീനങ്ങളെക്കുറിച്ച്, പൈശാചിക ശക്തികളെക്കുറിച്ച് സഭയ്ക്ക് ദൈവം തരുന്ന അറിവ്. നീ അതിനെ ജയിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. നീ അതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട്, അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അഭിഷേകം പ്രാപിച്ച വ്യക്തി ജീവിതങ്ങളാണ്. അതുകൊണ്ട് ശത്രുവിൻ്റെ ബലത്തെക്കുറിച്ച്, ശത്രുവിൻ്റെ ശക്തി കുറിച്ച് നിനക്ക് നന്നായിട്ടൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ഷാജി ശാലോം വന്ന് യുദ്ധം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും എബി ശാലോം കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇല്ല. നിങ്ങൾ യുദ്ധം അഭ്യസിക്കണം. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പഠിക്കണം. യുദ്ധം ചെയ്ത് നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കെതിരായുള്ള എതിരാളികളെ തിരിച്ചറിയണം. എതിർശക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ബോധ്യമുണ്ടായിരിക്കണം. ആ ബോധ്യവുമായ ബന്ധത്തിൽ നിങ്ങൾക്ക് മുന്നേറുവാനായിട്ട് കഴിയപ്പെടണം. ഞാനിവിടെ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി 19:19 ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയ 50,000 വെള്ളിക്കാശ്. മന്ത്രവാദം, ആഭിചാരം, ഇങ്ങനെ തുടങ്ങിയുള്ള ചില സബ്ജക്റ്റുകളിലേക്കാണ് ഞാൻ പോകുന്നത്. സ്വത്രം എന്തിനാ? നമുക്കുണ്ടായതുകൊണ്ടല്ല, നമുക്ക് നാളെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചൊന്ന് ബോധ്യപ്പെടാൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, ആ മന്ത്രവാദത്തിന് വളരെ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനർത്ഥം ഈ കാലഘട്ടത്തിലും നമുക്കൊരു പക്ഷേ അറിഞ്ഞുകൂടാത്ത ലോകം അങ്ങനെയുണ്ട്. അങ്ങനെ വലിയ മാന്ത്രികത്തിന് ഉപയോഗിക്കത്തക്ക പുസ്തകങ്ങൾ ഉണ്ട് ഈ ലോകത്തിൽ. ദൈവം ഒരു ഭാഗത്തിൽ തൻ്റെ ജനത്തെ വേർതിരിച്ച് പൈശാചിക സാമ്രാജ്യങ്ങളെ ഇടിച്ചു നിരപ്പാക്കുവാൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് ദൈവം തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമായ കർത്താവ് അതിനു വേണ്ടിയിട്ട് അവരെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ മറ്റൊരു ഭാഗത്തിൽ സാത്താൻ ആ പദ്ധതികൾക്ക് വിപരീതമായിട്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ പലതും ആസൂത്രണം ചെയ്യപ്പെടുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ദൈവത്തിൻ്റെ സഭയ്ക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവുകൾ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് ഒരു ഭൂഖണ്ഡത്തിൻ്റെ മേൽ മാന്ത്രിക ശക്തികളുണ്ട്. ഒരു രാജ്യത്തിൻ്റെ മേൽ ചില മാന്ത്രിക ശക്തികളുണ്ട്. ചില സ്റ്റേറ്റുകളുടെ മേൽ ചില മാന്ത്രിക ശക്തികളുണ്ട്. ചില ദേശങ്ങളുടെ മേൽ ചില മാന്ത്രിക ശക്തികളുണ്ട്. ചില വ്യക്തികളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ മാന്ത്രിക ശക്തികളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു അറിവ് ഉണ്ട് എങ്കിൽ നമുക്ക് കൂടുതൽ പ്രതിരോധിക്കാൻ കഴിയും. ഇതിനെ നമുക്ക് എതിർക്കുവാനോ അതിനെ നമുക്ക് പരാജയപ്പെടുത്തുവാനായോ ഒക്കെ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ എവിടെ നിന്നുണ്ടായി? ഈ പുസ്തകങ്ങൾ ഏത് വിധത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതിനെക്കുറിച്ചും നമുക്കൊന്ന് ധ്യാനിക്കാം, ചിന്തിക്കാം. പഴയ നിയമത്തിലേക്ക്, പുതിയ നിയമത്തിൽ മാത്രമല്ലല്ലോ, പഴയ നിയമത്തിലെ ചില വാക്യങ്ങളിലകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ദൈവം കൽപ്പനകളായിട്ട് തന്നെ, ചില കൽപ്പനകൾ മീൻസ് ദൈവത്തിൻ്റെ അരുളപ്പാടുകളായി ദൈവം ചിലത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്തിൽ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, ആവർത്തന പുസ്തകം 18:9 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛത നീ പഠിക്കരുത്. ജാതികളുടെ മ്ലേച്ഛത നീ പഠിക്കരുത്. അപ്പോൾ എന്തോ ജാതികളുടെ മ്ലേച്ഛതകൾ അവിടെയുണ്ട്. ആരാ ജാതികൾ? ജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത ആൾക്കാരാണ്. ജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുഗമിക്കാത്തവരാണ്, സത്യദൈവത്തെ തിരിച്ചറിയാത്തവർ. അവരുടെ കുറ്റമൊന്നുമല്ല, പക്ഷെ അവർക്ക് അറിവില്ല, അവർക്കതിനുള്ള നോളജ് ദൈവം കൊടുത്തില്ല.
ആ ലെവലിലേക്ക് ദൈവം അവരെ കൊണ്ടെത്തിച്ചില്ല. അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് കിടന്ന അവരിൽ ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, നീ അത് പഠിക്കരുത്, നമുക്കത് വേണ്ട എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എത്തിയ ശേഷം നിന്റെ ദൈവമായി യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ എത്തി. അപ്പോൾ ആരാം നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നത്? ദൈവമാണ്. തൻ്റെ നാമം സ്ഥാപിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരു ശുശ്രൂഷകനെ ദൈവത്തിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് സ്വത്രം ബന്ധുക്കളെയും മിത്രാദികളെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഉപേക്ഷിച്ചിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് അബ്രഹാമിനെ കൊണ്ടുപോയതിന് മറ്റൊരു സ്ഥലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ട് നട്ടു. എല്ലാവരും ജനിച്ചു വളർന്നതായ സ്ഥലത്തായിരിക്കത്തില്ല താമസിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചു എന്തിനാ എന്നെ ഈ ഓണം കയറാൻ മൂലയെ കൊണ്ട് നട്ടത്, എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ കൊണ്ടുപോയത്? ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ എത്തിക്കേണ്ടുന്ന സ്ഥലത്ത്, എത്തിക്കേണ്ടുന്ന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു എന്നത് ഇപ്പോഴും ചിലർക്ക് ചിലത് മനസ്സിലാകത്തില്ല. പിന്നത്തേതിന് മനസ്സിലാകും എന്തിനാ ദൈവം നിന്നെ ഒരിടത്തുനിന്ന് പറിച്ച് വേറെടുത്ത് കൊണ്ട് നട്ടു എന്നത്. ഇവിടെ ഞാൻ നിങ്ങളെ സ്തോത്രം നിന്റെ ദൈവമായി യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ പഠിക്കരുത്. അപ്പം നിന്നെ ഒരു പട്ടണത്തിൽ ഞാൻ കൊണ്ടുവരുന്ന സമയത്തിൽ നീ അവരുമായിട്ട് ഇടകലർന്ന് അവിടെ വലിയൊരു സോഷ്യൽ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ നിന്നെ കൊണ്ടുവന്നത്. അതിൽ നിന്ന് വേർപെട്ട് ഞാൻ നിന്നെ ചിലത് പഠിപ്പിക്കുന്നു. അവിടെ ജാതികളെ വിളിച്ച് നീ പഠിക്കുന്നത് തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ. നമ്മുടെ സബ്ജക്റ്റ് ആഭിചാരമാണ്. ആഭിചാരം സ്തോത്രം അഥവാ മന്ത്രവാദം, അതിൻ്റെ വകതിരിവ് കാര്യങ്ങൾ ഒക്കെ പിന്നാലെ സ്തോത്രം. അപ്പോൾ ആഭിചാരം അഥവാ മന്ത്രവാദം അതിനെ അർത്ഥമായി സൂചിപ്പിക്കുന്നു. തൻ്റെ മകനെയോ മകളെ അഗ്നിപ്രവേശം ലഭിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ശുദ്രക്കാരൻ. നമ്മുടെ സബ്ജക്റ്റ് ശുദ്രം സ്തോത്രം. ശുദ്രക്കാരൻ, മന്ത്രവാദി. നമ്മുടെ സബ്ജക്റ്റ് മന്ത്രവാദം, മന്ത്രവാദി. വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം. നീ നീക്കിക്കളയാനായിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരെയും പ്രശ്നക്കാരെയും വാക്ക് കേട്ട് നടന്ന് നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. എന്തിനാ ഈ പുസ്തകങ്ങൾ? 50,000 വെള്ളിക്കാശ് വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ. പരിശുദ്ധ ദൈവത്തിൻ്റെ വചനം അവിടെ പ്രസംഗിച്ചപ്പോൾ, ദൈവത്തിൻ്റെ അഭിഷേകം അവിടെ ഇറങ്ങിയപ്പോൾ അവരിൽ രൂപാന്തരം സംഭവിച്ചിട്ട് ആ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തീക്കിരയാക്കിയത് എന്തിനാണ് എന്നൊരു ചോദ്യം. ദൈവത്തിന് അത് ഇഷ്ടമില്ല. മന്ത്രവാദികൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ, മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ ഒരിക്കലും കർത്താവിനത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതിനെ കത്തിച്ച് കളയണം എന്നുള്ളത് വ്യവസ്ഥയാകൊണ്ട് ദൈവത്തിൻ്റെതായിട്ടുള്ള ശക്തി അവിടെ വ്യാപരിച്ചപ്പോൾ, സുവിശേഷത്തിൻ്റെ ഉണർവ് അവിടെ വ്യാപരിച്ച സമയത്തിൽ അവർക്കത് വെച്ചിരിക്കുവാൻ തോന്നിയില്ല, കത്തിച്ച് കളഞ്ഞു. ആര്? മന്ത്രവാദികൾ. ഇന്ന് പല വ്യക്തികളും ചെയ്യാത്തത് മന്ത്രവാദികൾ ചെയ്തു. ദൈവത്തിൻ്റെതായിട്ടുള്ള സുവിശേഷം അഥവാ ക്രിസ്തുവിൻ്റെ സ്നേഹം ആ പട്ടണത്തിലേക്ക് അഭിഷിക്തന്മാർ പൗലൂസും കൂട്ടരും ഫിലിപ്പോസും കൂട്ടരും ഒക്കെ കടന്നു മാറിയും തിരിഞ്ഞും ദൈവത്തിൻ്റെതായുള്ള വചനം വിളിച്ചു പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിനകത്തേക്ക് കുത്തുകൊണ്ടതിന് ശേഷം മന്ത്രവാദികൾ പലരും കടന്നു വന്ന് മാനസാന്തരപ്പെട്ട് ശിഷ്യത്വം സ്വീകരിച്ചു. അഭിഷിക്തന്മാരിൽ നിന്ന് അവരിലേക്ക് ദൈവത്തെക്കുറിച്ചുള്ള ശക്തിയും അഭിഷേകവും അവർ കാണുകയും കേൾക്കുകയും മനസ്സിലായപ്പോൾ, ഞങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ പുസ്തകങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യകതയില്ല, ഇതിനെ കത്തിച്ച് കളയണമെന്നാണല്ലോ ദൈവഹിതം. അതുകൊണ്ട് 50,000 രൂപ 30 വെള്ളിക്കാശാണ് യേശുവിൻ്റെ തലയ്ക്കെന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു എമൗണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കണക്കുണ്ട്, എലിയാവിൻ്റെ കാലഘട്ടത്തിലുണ്ട്. ശേക്കലിന് 2 സെയ്യാ യവവും ശേക്കലിന് 2 സെയ്യാ ഗോതമ്പും നാളെ ഈ നേരമാകുമ്പോൾ. അപ്പോൾ അങ്ങനെ സെയ്യായെക്കുറിച്ചൊക്കെ നോക്കുന്ന സമയത്തിൽ ഇത് കോടിക്കണക്കിന് രൂപ, റുപ്പീസിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്തിൽ ഇത് കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധനം. 50,000 വെള്ളിക്കാശ്. ഒരു വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് ഒരു വെള്ളിക്കാശ് എന്ന് പറയുന്ന സമയത്ത് 1 രൂപയല്ല. സ്തോത്രം. കർത്താവ് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ വേലക്കാരെ വിളിച്ച സമയത്തിൽ അവർക്ക് കൂലി നിശ്ചയിച്ചത് ഓരോരുത്തരും ഓരോ വെള്ളിക്കാശ്. മനസ്സിലാകുന്നു? ഓരോരുത്തർക്കും ഓരോ വെള്ളിക്കാശ്. ഓരോ വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ അത് രൂപയിലേക്ക് ഞാൻ കൺവെർട്ട് ചെയ്ത് പറഞ്ഞുതരാം. ഓരോ വെള്ളിക്കാശ് അപ്രോക്സിമേറ്റ്ലി 50 ലക്ഷം എന്ന് പറയുമ്പോൾ ചെറുതാണോ? ഒരു വീട് വെച്ചൂടെ? ഒരു വീട് മേടിച്ചൂടെ? അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വില എത്ര? 50 ലക്ഷം. 50. അപ്പോൾ ഞാൻ പറഞ്ഞ അതൊരു വലിപ്പം. ആ മന്ത്രവാദത്തിന് അവർ കൊടുത്ത വില
ആ മന്ത്രവാദം പഠിക്കാൻ വേണ്ടിയിട്ട് അവർ വെളുത്തത് 150 കൊടുത്ത് ബൈബിൾ വായിക്കാൻ വലിയ പ്രയാസമാണ്. മന്ത്രവാദികൾ 50 ലക്ഷം രൂപ കൊടുത്ത് പുസ്തകങ്ങൾ മേടിച്ചു വെച്ച് മന്ത്രവാദം ചെയ്തെങ്കിൽ അതിനേക്കാൾ ശക്തനായിരിക്കുന്ന കർത്താവ് എഴുതി പിടിപ്പിച്ചതായിട്ടുള്ള കാര്യാദികൾ 200 രൂപയോ 300 രൂപയോ കൊടുത്ത് ഒരു ബൈബിൾ വായിക്കാൻ തുടങ്ങപ്പെടുമ്പോൾ നിനക്കുള്ളതെല്ലാം സകലവും വിറ്റിട്ടാണ് എങ്കിലും സന്തോഷത്തോടെ പ്രൈസ് ദി ലോർഡ്. പാരമ്പര്യ സഭകളിൽ പലപ്പോഴും സൗജന്യമായി ബൈബിള് മേടിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. നമ്മളത് വേണ്ട, നമ്മൾ വില കൊടുത്ത് തന്നെ മേടിക്കണം. വില കൊടുത്ത് തന്നെ മേടിക്കണം. അതിന് നല്ല വില കൊടുത്ത് തന്നെ മേടിക്കണം. അപ്പോൾ ഇത്രയും ഈ പുസ്തകത്തിന് ഇവർ വില കൽപ്പിച്ചുവെങ്കിൽ മന്ത്രവാദത്തിന് ഇത്രത്തോളം ഇവർ പ്രാതിനിധ്യം കൊടുത്തു. അപ്പോൾ കർത്താവിൻ്റെ വചനം പഴയ നിയമത്തിൽ പറഞ്ഞു നമുക്കത് പാടില്ല, നമുക്കത് വേണ്ട, നമ്മിലത് കാണരുത്. പുറപ്പാട് പുസ്തകം 22 അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ക്ഷുദ്രക്കാരത്തിയെ നീ ജീവനോടെ വയ്ക്കരുത്. ഹല്ലേലൂയ. അടുത്ത് ഒരു എതിർശക്തിയുടെ പ്രത്യേകമായിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. പ്രത്യേകമായ നമ്മുടെ ശ്രദ്ധയിൽ പോലും പെട്ടാത്ത, യൂട്യൂബിലൊന്നും കാണാത്ത വലിയ വലിയ മാന്ത്രിക ശക്തികളുണ്ട്, വലിയ വലിയ മന്ത്രവാദികളുണ്ട്. സ്വത്രം അതിൻ്റെയൊക്കെ ജോലി നിൻ്റെ വീട്ടിൻ്റെ അതിരി പ്രശ്നത്തിനെതിരായിട്ട് വരിക എന്നുള്ളതൊന്നും അല്ല. അതിൻ്റെയൊക്കെ ജോലി നിന്നെ രോഗിയാക്കുക എന്നുള്ളതല്ല. ദൈവരാജ്യത്തിന് വിപരീതമായിട്ട്, ദൈവിക സാമ്രാജ്യങ്ങൾക്ക് വിപരീതമായിട്ട്, ദൈവിക പദ്ധതികൾക്ക് വിപരീതമായിട്ടുള്ള വലിയ വലിയ മാന്ത്രിക ശക്തികളെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുറപ്പെടും ക്ഷുദ്രക്കാരത്തെ നീ ജീവനോടെ വയ്ക്കരുത്. ഞാൻ 20 വാക്യം 19 വായിക്കുന്നില്ല. 20 സ്വത്രം യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം. പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്. നിങ്ങൾ മിസ്രൈം ദേശത്തിൽ നിന്ന് വന്നപ്പോൾ പരദേശിയായിരുന്നല്ലോ. സ്വത്രം അപ്പോൾ ക്ഷുദ്രക്കാരത്തെ നീ ജീവനോടെ വയ്ക്കരുതെന്ന് എഴുതിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 28 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, 1 ശമൂവേൽ 28 കടന്നു പോകുന്ന സമയത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട് എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പിൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അവൻ്റെ ഭൃത്യന്മാർ അവനോട് എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് 2 ആളെയും കൂട്ടിപ്പോയി. രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. സ്ത്രീ അവനോട് ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് ഛേദിച്ച് കളയുന്നവൻ തന്നെ. നീ അറിയുന്നുവല്ലോ, എന്നെ കൊല്ലിപ്പാൻ നീ എൻ്റെ ജീവനെ കണി വയ്ക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇവിടെ ശൗൽ അശുദ്ധാത്മാവിൻ്റെ പിശാചിൻ്റെ പിടിയിലേക്ക് ചെന്നെത്തുന്നു. ശൗൽ അഭിഷിക്തനായിരിക്കുന്ന സാമുവേലായിരുന്നു ശൗലിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത്. കഴുതകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ കൃഷിക്കാരൻ്റെ കീശ് എന്ന് പറയുന്ന ആളിൻ്റെ സ്നേഹപുത്രനാണ്, മകനാണ് ശൗൽ. കാഴ്ചയ്ക്ക് സുമുഖനും പൊക്കമുള്ളവനും കൃഷിക്കാരനായിരുന്നു. അവൻ കഴുതകളെ മേയ്ക്കുന്നവനായിരുന്നു. പക്ഷേ സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ ദൈവം ശൗലിനെ അഭിഷിക്തനാക്കി മാറ്റി അവനെ 3 ദിവസം കൂടെ പാർക്കാൻ പറഞ്ഞു. പാർത്തു. അവൻ്റെ തലയിൽ കൈവച്ച് അഭിഷേക കൈമാറ്റം നടത്തു. അങ്ങനെ ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവായി അവനെ അഭിഷേകം ചെയ്തു. പക്ഷേ അഭിഷേകം ചെയ്ത് അവരുടെ ആത്മീക ജീവിതം മുമ്പിലേക്ക് പോയപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ അവരിലുണ്ടായി. ശൗല് വലിയ സമ്പന്നനായി, അധികാരസ്ഥനായി. പക്ഷേ അത് സാമുവേലിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് വന്നത്. സാമുവേലായിരുന്നു ഇതിന് ബേസ് കൊടുത്തത്. അവൻ വലിയ അധികാരിയായി, അവൻ ഉന്നത വലിയ വമ്പനായി, വലിയൊരു രാജാവായി. അങ്ങനെ വന്നപ്പോൾ അവൻ്റെ മനോഭാവം മാറി. പ്രജകളോടും ജനങ്ങളോടും തൻ്റെ വേണ്ടപ്പെട്ടവരോട് കാണിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥനക്കാരനോട് കാണിക്കാൻ തുടങ്ങി. പറഞ്ഞു, നാളെ അമാലേക്കര് വരികയാണ്, കൃത്യസമയത്ത് വരണം, അല്ലെങ്കിലും ഇങ്ങേർക്ക് ഇത്തിരി കുഴപ്പമുണ്ട്, സമയം താമസിച്ചാണ് വരണത്, കറക്റ്റ് സമയത്തിൽ വന്നിരിക്കണം കേട്ടോ, എനിക്കിത്തിരി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പിന്നെ ഡേറ്റ് നിങ്ങൾ നീക്കണം, ഞാൻ പറയും, എൻ്റെ വീടിൻ്റെ ഭവന പ്രതിഷ്ഠ ഞാൻ തീരുമാനിക്കും, കല്യാണത്തിൻ്റെ ഡേറ്റ് ഞാൻ തീരുമാനിക്കും, പിന്നെ 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 വീട്ടിൽ ആരാധന നടത്തണം, എന്നാണ് നടത്തേണ്ടത്, എവിടെ വെച്ച് നടത്തണം ഞാൻ തീരുമാനിക്കും, ഇദ്ദേഹം അങ്ങ് വന്ന് നടത്തിയാൽ മാത്രം മതി എന്ന് സാമുവേലിനോട് പറയാൻ തുടങ്ങി. ആദ്യം അങ്ങനെയല്ല, ഞാൻ പോണോ പോണ്ടയോ, സാമുവേൽ പറ, എവിടെ വെച്ച് പ്രാർത്ഥന നടത്താം, സാമുവേൽ പറ, ഏത് ഡേറ്റിൽ നമുക്ക് ആ കൊട്ടാരത്തിൻ്റെ പണി ആരംഭിക്കാം, സാമുവേൽ പറ, ആ പട്ടണം നമുക്കൊന്ന് പണിയണം, അത് സാമുവേൽ തീരുമാനിക്കും പോലെ മതി. അങ്ങനെയായിരുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിക്കും, നിങ്ങളങ്ങ് ചെയ്താൽ മതി, ഞാനെല്ലാം ചെയ്യും. പ്രാർത്ഥനക്കാരനെ
കുറേശ്ശെ അതിനകത്ത് നിന്ന് മാറ്റിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം സൗകര്യമനുസരിച്ച് സ്വന്തം ഇംഗിതമനുസരിച്ച് എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ സാമുവേലിനൊരു പ്രത്യേകതയുണ്ട്. ഇടിച്ചു കയറത്തില്ല. നീ രാജാവാണെങ്കിലും ഞാൻ നിൻ്റെ അടുക്കൽ ഇടിച്ചു കയറിയൊന്നും വരത്തില്ല. എനിക്ക് ഒരഭിമാനമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. നീ രാജസ്ഥാനത്തിൽ അഹങ്കരിക്കുന്നുവെങ്കിൽ അതിലപ്പുറത്ത് ഞാൻ അഭിഷേകത്തിൽ അഹങ്കരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിന്റെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ നീ അതിലായിരിക്കണം സ്ട്രോങ് ആകേണ്ടത്. അധികാരത്തിലോ ലോകത്തിലോ സമ്പത്തിലോ കഴിവുകളിലോ പ്രസക്തിയിലോ അല്ല. നിന്റെ മേലുള്ള അഭിഷേകത്തിന് നീ വില കൽപ്പിക്കണം. നിന്റെ മേലുള്ള അഭിഷേകത്തിന് ദൈവം വില കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ശൗലും അതോടനുബന്ധിച്ച് സാമുവേലായിരുന്നു പ്രാർത്ഥനയുടെ പിൻബലം. സാമുവേലായിരുന്നു അവനെ കൈപിടിച്ച് വയസ്സായ പള്ളിയാണ്, എണീറ്റിക്കാൻ പോലും നിർവാഹമില്ല. പക്ഷേ എങ്കിലും പുള്ളിയുടെ പ്രാർത്ഥന പവർഫുള്ളായിരുന്നു. ശൗൽ വാനോളം ഉയർന്നു വന്നു. ഒരു ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അല്പം വെയിറ്റ് ചെയ്ത് സമയം താമസിച്ചു പോയി. ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സംഭവങ്ങളാണല്ലോ. അവർ തമ്മിലൊരു ചെറിയൊരു വാക്ക് വേണം. താൻ തന്നെ സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്തു. ഞാൻ ഇതൊക്കെ കുറേ കാലം കൊണ്ട് കാണാൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇച്ചിരി വെള്ളം പ്രാർത്ഥിക്കാനൊക്കെ എനിക്കറിയാം, ഇച്ചിരി എണ്ണ പ്രാർത്ഥിക്കാനും എനിക്കറിയാം. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലയോ, പ്രൈസ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ അങ്ങ് സ്വന്തമായിട്ട് യാഗം കഴിച്ചു. സാമുവേൽ വന്നപ്പോൾ യാഗമെല്ലാം നടന്നു. പുള്ളിക്കാരൊന്നും പ്രകടിപ്പിച്ചില്ല. സ്തോത്രം. മറ്റിടത്ത് പോയപ്പോൾ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു, നീ അമാലേക്കരുടെ യുദ്ധം ചെയ്യാൻ പോകുന്നു, പക്ഷേ ശബദാർപ്പിത വസ്തുക്കളൊന്നും എടുക്കരുത്. അവിടെ പോകുന്ന സമയത്ത് നല്ല ഒന്നാന്തരം ഗിഫ്റ്റുകളൊക്കെ നിനക്ക് കിട്ടും. പക്ഷെ നമുക്കത് വേണ്ട. അത് നീ കാണുമ്പോൾ നിനക്ക് ഉപേക്ഷിക്കാൻ തോന്നത്തില്ല. കാരണം അത്രത്തോളം ഭംഗിയുള്ളതായിരിക്കും, അത്രത്തോളം നല്ലതായിരിക്കും. പക്ഷെ നമുക്കത് വേണ്ട. ഓക്കെ പറഞ്ഞിട്ട് പോയി. അവിടെ ചെന്ന് യുദ്ധത്തിൽ ഇവൻ ജയിച്ച് കടന്നു വരുന്ന സമയത്തിലേക്ക് ആടുമാടുകളുടെയും അതിൻ്റെ മേധസ്സും കൊഴുപ്പും ഒക്കെ കണ്ടപ്പോൾ, കുഴപ്പമില്ല, ദൈവത്തിന് സ്വോത്രക്കാഴ്ച കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞ് എല്ലാം കൂടെ കൊണ്ടുവന്നു. ശാമുവേൽ ചോദിച്ചു, വിടാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇതൊന്നും എടുക്കരുതെന്ന്. അപ്പോൾ പറഞ്ഞു, നല്ലത് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി. നിങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, അധികാരം വെച്ചവൻ സംസാരിക്കാൻ തുടങ്ങി. അത് ഞാൻ തീരുമാനിച്ചോളാം. കുഴപ്പമില്ല, ദൈവം എന്നോട് ക്ഷമിക്കും, ഞാൻ പ്രാർത്ഥിച്ചോളാം. കുഴപ്പമില്ല, ശരിയാവും. ഓക്കെ. അല്ല, അതങ്ങനെ പറ്റത്തേ ഉള്ളൂ. നമ്മൾ ഈ കാലത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലാതെ പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കിതെല്ലാം കളഞ്ഞു വെച്ച് വരാം, ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പറ്റത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. വീണ്ടും ആ ബന്ധത്തിന് വിള്ളലുകൾ കൂടാൻ തുടങ്ങി. ഒടുവിലൊരു സമയത്തിൽ സാമുവേൽ തിരിച്ചു പറഞ്ഞു, നീ അനുസരണയില്ലാത്തവനാകുന്നിടത്തോളം കാലം, ദൈവത്തിൻ്റെ കൽപ്പനകളെ തിരസ്കരിക്കുന്നിടത്തോളം കാലം നിനക്ക് കൃത്യമായിട്ട് പള്ളിയിൽ വരാൻ സമയമില്ല. നീ ഏത് പള്ളിയിൽ പോകണം നീ അത് തീരുമാനിക്കുന്നത്. നിനക്ക് ബൈബിൾ വായിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. നീ എപ്പോഴും വലിയ ബിസിയാണ്. മാത്രമല്ല, നീ തന്നെ എല്ലാം അങ്ങ് ചെയ്യാമെന്നുള്ള അഹങ്കാരവും ഉണ്ട്. ദൈവാലോചനകളെല്ലാം നീ തിരസ്കരിക്കുകയാണ്. പണ്ടത്തെ സാഹചര്യങ്ങളെല്ലാം നീ മറന്ന് നീ ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനിനി പ്രാർത്ഥിക്കൂല. ശൗൽ പറഞ്ഞു, നീ പ്രാർത്ഥിക്കും. ഈ രാജ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, നിന്നെ കൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പിക്കും. രാജാവ് പറയുക, ഞാൻ പ്രാർത്ഥിക്കൂല, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കൂല. സ്തോത്രം. ഇറങ്ങിപ്പോയപ്പോൾ ശൗൽ അധികാരം ഉപയോഗിച്ച് അവൻ്റെ നിലയെങ്കി കയറി പിടിച്ചു. ദൈവദാസൻ നിന്നില്ല. കീറണമെങ്കിൽ കീറിട്ടടാ, വലിച്ചുകൊണ്ടങ്ങ് പോയി. കീറിയപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ വസ്ത്രമല്ല കീറിയ, നിൻ്റെ രാജസ്ഥാനം കീറിയിരിക്കുക. സ്തോത്രം. കീറാതിരുന്നെങ്കിൽ ഈ സെൻറ്റൻസ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിടിച്ചു നിർത്തിയ സമയത്തിൽ ആ വസ്ത്രം കീറി, നിലയെങ്കി കീറി. അത് ദൈവം കൊടുത്ത അവകാശമാണത്, ദൈവം കൊടുത്ത അംഗീകാരമാണ്, ദൈവം കൊടുത്ത ശുശ്രൂഷ വസ്ത്രമായിരുന്നു. അതിനെ അവൻ വലിച്ചു കീറിയപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ വസ്ത്രമല്ല കീറി, നിൻ്റെ രാജസ്ഥാനം പോയിരിക്കുക. അങ്ങനെ ഈ പ്രാർത്ഥനാ സപ്പോർട്ട് ശൗൽ ഇല്ലാണ്ട് പോയി. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്കാണോ കുറവുള്ളത്? പ്രാർത്ഥനയ്ക്ക് കുറവുള്ള കാലഘട്ടമാണോ? ഇല്ല, പ്രാർത്ഥന ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ അപ്പുറത്ത് പോയാൽ ഇപ്പുറത്ത് പോയാൽ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു തീരുമാനമെടുത്ത് സാമുവേലിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഇവിടെയുള്ള മന്ത്രവാദികളെയും വെളിച്ചപ്പാടത്തികളെയും ശകുനവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും മുഴുവനും വച്ചേക്കരുത്. നമ്മുടെ രാജ്യത്തിന് ഇത് അപകടമാണ്. നമ്മളെ നാട്ടിൽ നമുക്ക് സ്വസ്ഥമായി താമസിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ സമാധാനവും വിജയവും ഉയർച്ചയും നന്മയും നമുക്ക് കുറയും. അതുകൊണ്ട് എല്ലാറ്റിനെയും കൊന്നൊടുക്കുക.
അഭിഷേകം മൂത്ത് നിന്നപ്പോൾ ബാലിൻ്റെ 450 പ്രവാചകന്മാരെ എലിശാ കൊന്നൊടുക്കിയത് പോലെ തന്നെ സ്തോത്രം ഇവിടെ കൽപ്പന ഇട്ട് നമ്മുടെ രാജ്യത്തിലെ മന്ത്രവാദികളും ശകുനവാദികളും അല്ലെങ്കിൽ ആഭിചാരകന്മാരും ക്ഷുദ്രക്കാരൊന്നും വേണ്ട, എല്ലാത്തിനും തട്ടിക്കളാം. പക്ഷെ അതേ ശൗൽ ഇപ്പോൾ സപ്പോർട്ടില്ലാണ്ട് വന്നിട്ട് ഞാൻ ശൗലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും എനിക്ക് പ്രാർത്ഥിച്ച ദൂത് പറയത്തില്ല, എനിക്കൊരാലോചന പറയത്തേയില്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെ തലയിലൊരു തുണിയൊക്കെ ഇട്ട് രാത്രിയിൽ 2 പേരെ കൂട്ടി ഒരു വെളിച്ചപ്പാടത്തി അന്വേഷിച്ചു. ശൗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചപ്പാടത്തികൾ ആരും വരത്തില്ല, കാരണം പുള്ളി എല്ലാവരും കൊല്ലാൻ വേണ്ടി ഓർഡർ ഇട്ടയാളാണ്. പക്ഷേ ശൗലിൽ നിന്ന് പറയാതെ ഒരു വെളിച്ചപ്പാടത്തിയെ കണ്ടുപിടിച്ചു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്താണ് എന്നെക്കുറിച്ചൊന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയണം. മരിച്ചുപോയ സാമുവേലിനെ എനിക്ക് വേണ്ടി വരുത്തി തരണം, ദൈവദാസനെതിരായിട്ട് ശുദ്ധരം വരുത്തി തരണം. ശരി, കണ്ണടച്ചു. ഒരു വാർദ്ധക്യത്തിലുള്ള മനുഷ്യൻ നടന്നു വരുന്നു. വെളിച്ചപ്പാടത്തി കണ്ണിൽ കണ്ടപ്പോൾ, അയ്യോ ഇത് ശമൂവേൽ. ഞാൻ മന്ത്രവാദവും ശുദ്ധരും ഒക്കെ ചെയ്യുന്നുവെങ്കിലും ഈ ദൈവദാസനെ എനിക്ക് നേർക്കുനേർ സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് തീയാണ്, ഇത് അഗ്നിയാണ്, ഇത് തീയാണ്. പ്രൈസ് ദി ലോർഡ്. ശുദ്ധരക്കാരെത്തിക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായി. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ആ സംഭവം ഒന്നും പറയാനല്ല, മരിച്ചുപോയതിനെ കൊണ്ടുവന്ന് ഒരു ക്രിയ. പ്രൈസ് ദി ലോർഡ്. മരിച്ചതിനെ വെച്ച് ഒരു ക്രിയ. ചിലതിൻ്റെ ആത്മാവിനെ വെച്ച് മരിച്ചത് മാത്രമല്ല, ചിലതിൻ്റെ ആത്മാവിനെ ഉപയോഗിച്ച് ചില ക്രിയ. സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ബൈബിളുമായി ബന്ധപ്പെട്ട് സ്തോത്രം മനസ്സിലായി. ഈ കാലഘട്ടത്തിൽ കർത്താവ് സാമുവേലിൻ്റെ ഉള്ളിനകത്ത് പ്രവർത്തിച്ചത് ഈ വിഭാഗക്കാരെ കൊന്നുകളയണം. ഞാൻ നേരത്തെ വായിച്ചു, ശുദ്രക്കാരത്തികളെ കൊന്നുകളയണം എന്നുള്ളത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം. അപ്പോൾ ഇതൊരു അന്ധവിശ്വാസം അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ദൈവരാജ്യത്തിൽ പോകാത്ത വിഭാഗമാണ് ആഭിചാരം ചെയ്യുന്ന ആൾക്കാർ. ഈ വക പ്രവർത്തി ദൈവരാജ്യം അവകാശമാക്കത്തേ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആഭിചാരം നമ്മുടെ സബ്ജക്റ്റിലേക്കാണ് വരുന്നത്, ആഭിചാരം എന്നുള്ളതിനെക്കുറിച്ച്. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികൾ 8:9 എഴുതിയിരിക്കുന്നു, 9 മുതൽ. എന്നാൽ ശീമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹദി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവിടെ ആഭിചാരം കൊണ്ട് പേടിപ്പിക്കൽ. ഇദ്ദേഹത്തിൻ്റെ ജോലി ആഭിചാരം കൊണ്ട് എല്ലാത്തിനെയും പേടിപ്പിക്കലാണ്. അവിടെ നിന്ന് ശകലം തീ വരുന്നത്, പുക വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികൾ 41 ദിവസം ഉപവാസമാണ്, അല്ലേ? അപ്പം പുള്ളിയുടെ ജോലി അതാണ്, പേടിപ്പിക്കല. പുകച്ച് പേടിപ്പിക്കലാണ്, ഭ്രമിപ്പിച്ചു പോകുന്നു. പക്ഷേ പുള്ളിക്കാരൻ നല്ലൊരു ആഭിചാരകനായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്നു. ഞാനിങ്ങനെ കുറേ തെളിവുകളൊക്കെ പറഞ്ഞാൽ തീരത്തില്ല, അപ്പം ഞാൻ ഇവിടെ നിർത്തി. ഇനിയുണ്ട് ഒത്തിരി ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. എവിടെ നിന്ന് ഈ പുസ്തകം വന്നു? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം പറഞ്ഞു ഇതൊന്നും നമുക്ക് പാടില്ല, ഞാൻ നിന്നെ ദേശത്തിലേക്ക് കൊണ്ടുപോകും, ജാതികളുമായിട്ട് നീ ഇടകലരരുത്, ഇങ്ങനെയുള്ള ഒന്നിലും നീ സംബന്ധിക്കരുത്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് മാത്രമല്ല, വൈറ്റ് മാജിക്കിനെ കുറിച്ചുമാണ്. അതെന്താണെന്ന് ഇപ്പോൾ മനസ്സിലാകത്തില്ല, പിന്നാലെ. അപ്പോൾ നമ്മൾ വൈറ്റ് മാജിക് എന്ന് പറയുന്ന സമയത്ത് നല്ല കാര്യങ്ങളാണല്ലോ, നല്ലതായിട്ടൊരു കർമ്മം നടക്കുന്നു, പൂജ നടക്കുന്നു, കാര്യാദികളൊക്കെ നടക്കുന്നു. ഞാനൊന്ന് പോയി തമ്മിൽ ഒരു 41, 61, 16 സ്വത്രം അതിലൊക്കെ ഞങ്ങൾ ഇച്ചിരി പാമയും. വൈറ്റ് മാജിക് അല്ലേ അത്? ഒന്ന് പോയാൽ എന്ത്, ഒന്ന് പങ്കെടുത്താൽ എന്ത്? പക്ഷെ ദൈവം അത് അംഗീകരിക്കുന്നില്ല. അതിനെ അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇതെവിടെ നിന്ന് ഈ ബ്ലാക്ക് മാജിക് ഉണ്ടായി? എവിടെ നിന്ന് ഈ വിസ്ക്രാഫ്റ്റ് കടന്നു വന്നു?
എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം? ഇത് വളരെ പ്രധാനം. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്തിലേക്ക് ഇത് ഉത്ഭവിച്ചില്ല, ഇതുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു വിക്രാപ്പിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. അവിടെ ഒരു ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചോ വൈറ്റ് മാജിക്കിനെ കുറിച്ചോ ഒന്നും അവിടെ പറയുന്നതേ ഇല്ല. പക്ഷേ ഇത് എവിടുന്നോ രൂപപ്പെട്ടു വന്നതാണ്. രൂപപ്പെട്ടു വന്നതിന് വേദപുസ്തകത്തിനകത്ത് ചില തെളിവുകൾ ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2 മുതൽ, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല, ഞാൻ ജഡം തന്നെയല്ലയോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാല വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതികയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ പോയിട്ട് ബാക്കിയുള്ളവരാരെയും ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണം? ദൈവത്തിൻ്റെ പുത്രന്മാർ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യ സ്ത്രീകളിൽ സൗന്ദര്യമുള്ളവരെ തിരഞ്ഞെടുത്ത് ഇവർ വേളി കഴിച്ചു, ഇവർ വിവാഹം കഴിച്ചു. അത് മാത്രവുമല്ല, അവരിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു. ആ ജനിച്ച കുഞ്ഞുങ്ങൾ മനുഷ്യരുമല്ല, ദൂതന്മാരുമല്ല, മല്ലന്മാരായി തീർന്നു. പഴയ നിയമ കാലഘട്ടത്തിലെ വീരന്മാർ ആ വീരന്മാരായിട്ട് തീർന്നു. പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഉണ്ടാക്കിയ മനുഷ്യന് മനുഷ്യൻ്റെതായിട്ടുള്ള DNA ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും കോശത്തിനകത്ത് DNA ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശരീരത്തിലൊരു DNA ഉണ്ട്. ഈ DNA അടുത്ത് ജനിക്കുന്ന അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഉരുവായപ്പെട്ട കുഞ്ഞുങ്ങളിൽ അതുണ്ട്. അവർ നോക്കുമ്പോൾ എൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ അതിൽ കാണും, എൻ്റേതായിട്ടുള്ള ശാരീരിക പ്രകൃതങ്ങൾ അതിനകത്ത് കാണും. പലതും അതുമായി ബന്ധപ്പെട്ടതെന്താ? ആ DNA മുഖാന്തരമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതെവിടെ നിന്നുണ്ടായി? ദൈവമാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെക്കാളും അല്പം മാത്രം താഴ്ത്തി തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൽ നിന്ന് വന്ന DNA. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് കടന്നു വന്ന DNA കൈമാറ്റം ചെയ്ത് ആമേൻ ഒക്കെ കടന്നു വന്നു. പക്ഷെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ വേറെ DNA വന്നു. ആരാത്? ദൈവത്തിൻ്റെ പുത്രന്മാർ. ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് പുറന്തള്ളപ്പെട്ട മാലാഖമാർ, പുറന്തള്ളപ്പെട്ട ദൂതന്മാർ. ആമീൻ. സ്വർഗത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയ ദൂതസൈന്യം അവർ ഭൂമിയിലേക്ക് വന്ന് വീണപ്പോൾ ഇവിടെ വിവാഹം കഴിച്ചു. ഇവിടെ വിവാഹം കഴിച്ചപ്പോൾ ദൈവത്തിൻ്റെതല്ലാതെ ഒരു DNA മനുഷ്യൻ്റെ ആമീൻ ഉള്ളിനകത്തേക്ക് പ്രവേശിച്ച് അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു. ദൈവത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ദൈവം പറഞ്ഞു, ഞാൻ എല്ലാത്തിനും നശിപ്പിക്കും. അങ്ങനെ ഒരു DNA ഇവിടെ വളരണ്ട. അങ്ങനെ ഒരു DNAയിൽ നിന്ന് വരേണ്ട. നോഹയുടെ കാലഘട്ടത്തിൽ നോക്കിയപ്പോൾ ഈ ഫാമിലി മാത്രം കറക്റ്റാണ്. ആ DNAക്കകത്ത് മറ്റൊരൊന്ന് പ്രവേശിച്ചിട്ടില്ല, മറ്റൊന്നില്ല. അത് വിശുദ്ധിയോടെ നിൽക്കുകയാണ്. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് അന്യജാതികളുമായിട്ട് ഇടകലർന്നിട്ടില്ല. ആഭിചാരകന്മാരുമായിട്ടും ശകുനവാദികളുമായിട്ടും ശുദ്രക്കാരുമായിട്ടും വിവാഹബന്ധത്തിൽ അവരാരും ഏർപ്പെട്ടിട്ടതേ ഇല്ല. എല്ലാവരും സത്യദൈവത്തിൻ്റെ ആൾക്കാരാണ്. ദൈവികമായ കാര്യാദികളെ മാത്രം ഇവർ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം കൊണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളെ കുടുംബജീവിതങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ അടുത്ത തലമുറകളെ കുടുംബജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അവിടെ നിർത്തുന്നു. സ്തോത്രം. അങ്ങനെ നോക്കിയ സമയത്തിൽ ഈ ഒരു ഫാമിലി കറക്റ്റാണ്. DNA ചേഞ്ച് ആയിട്ടില്ല. ദൈവം പറഞ്ഞു, നോഹ
ദൈവത്തോട് നടക്കുകയാണ്. നിനക്ക് 120 സംവത്സരം താമസിക്കുവാൻ ഭാഗ്യം തരും. നിന്നെ ഞാൻ വലിയൊരു ദൗത്യം ഏൽപ്പിക്കപ്പെടുകയാണ്. നീ ഗോപർമരം കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകത്തിനകത്ത് നീ നിൻ്റെ മക്കളും നിൻ്റെ കുടുംബം മുഴുവനും അതിനകത്തേക്ക് പ്രവേശിക്കപ്പെടണം. ബാക്കി കാര്യം പിന്നാലെ ഞാൻ തരാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അവനിതാ വലിയൊരു കപ്പലുണ്ടാക്കുകയാണ്. ഉണ്ടാക്കിയപ്പോൾ തന്നെ തെറ്റിപ്പോയി. ദൈവം പറഞ്ഞതനുസരിച്ചാണ് ചെയ്തത്. പക്ഷെ മനുഷ്യൻ പറഞ്ഞു തെറ്റിപ്പോയി. എന്താണ് കപ്പലുണ്ടാക്കുന്നത്? കടലിൻ്റെ കരയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ കടലിൽ വെച്ചാണ് കപ്പലുണ്ടാക്കേണ്ടത്. എന്നിട്ട് ആ കപ്പലിനെ തള്ളി കയ്യിലിടും. പക്ഷേ ഇദ്ദേഹം കപ്പലുണ്ടാക്കുന്നത് മലയുടെ മേളിൽ കൊണ്ടുവച്ചാണ്. ഈ കപ്പലിനെ എങ്ങനെ വെള്ളത്തിലേക്ക് കൊണ്ടിടും? ഇതായിരുന്നു അവരുടെ ചോദ്യം. നീ കപ്പലുണ്ടാക്കുന്നു, കുഴപ്പമില്ല, പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം ഭംഗിയായിട്ടാണ്. അകത്തും പുറത്തും കീല് തേച്ച് ഗോപർമരം കൊണ്ട് വളരെ മനോഹരമായിട്ട് പ്രത്യേക അറകളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ബെഡ്റൂമുകളൊക്കെ ഉണ്ട്, നല്ല കിച്ചനുണ്ട്, നല്ല ഡൈനിങ് ഹാളുണ്ട്, അതേ നല്ല 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 ലൈബ്രറി ഉണ്ട്, നല്ല 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 തോട്ടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എങ്ങനെ വെള്ളത്തിൽ കൊണ്ടുപോകും ഈ കപ്പൽ? ഒന്നും ഉത്തരവില്ല. എനിക്കറിഞ്ഞുകൂടാ. ഇതാരാ എൻ്റെ എഞ്ചിനീയർ? സ്വർഗത്തിൽ ദൈവം അവിടെ വെച്ചുണ്ടാക്കാൻ പറഞ്ഞു, അവിടെ വെച്ചുണ്ടാക്കി. എനിക്കറിയത്തില്ല. വട്ടുപിടിച്ചു ഒപ്പിച്ച ഇത്രയും ലക്ഷങ്ങൾ കോടികൾ എത്രമാത്രം മെനക്കെട്ടാണ് നീ മലയുടെ മേളിൽ കൊണ്ടുവന്ന് നീ ഇതുണ്ടാക്കിയത്. ഇതിനെ ആ കടലിൻ്റെ അടുത്തിൽ കൊണ്ടുവച്ചുണ്ടാക്കി. നമുക്ക് എളുപ്പമല്ലേ സഞ്ചരിക്കാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വത്രം ഒരു ഹൗസ് ബോട്ട് പോലെയൊക്കെ പോവായിരുന്നല്ലോ. അറിയില്ല, എഞ്ചിനീയർ പറയുമ്പോഴേ ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ. എനിക്കറിയില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നോഹ ചോദിച്ചു, കർത്താവേ, എല്ലാവരും പറയുകയാണ്, ആരും ഞാൻ പറയണേ കേൾക്കുന്നില്ല, എല്ലാവരും എന്നെ ധിക്കരിക്കുകയാണ്. ഇതിനെ മലയുടെ മണ്ടയെ കൊണ്ടുവച്ചുണ്ടാക്കിയത് ഏത് ഉദ്ദേശത്തിൽ? ആരാ ഇതിൻ്റെ എഞ്ചിനീയർ എന്നാ ചോദിക്കണേ. എൻ്റെ അപ്പനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇടയ്ക്കനെ. മക്കളെ നീ മിണ്ടാതിരിടാ. നമ്മൾ കടലിൻ്റെ അടുക്കൽ പോലെ കടൽ നമ്മുടെ അടുക്കലേക്ക് വരും. അതാണ് എഞ്ചിനീയറുടെ പ്രത്യേകത. ഇന്ന് പകൽ സമയത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരും. ഇതെങ്ങനെ ഒരു വാക്കുകൊണ്ട് സകലത്തെയും നിർമ്മിച്ചവനായിരിക്കുന്ന ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടബാധ്യതയെ മാറ്റുവാൻ, ഒരു നിമിഷം കൊണ്ട് നിനക്കെതിരായുള്ള പ്രശ്നങ്ങളെ മാറ്റി തരുവാൻ, ഒരു നിമിഷം കൊണ്ട് നീ അനുഭവിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങൾ, അസ്വസ്ഥകളൊക്കെ മാറ്റി നിന്നെ ഉറപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് എങ്കിൽ എന്നോട് എൻ്റെ കർത്താവ് പണിയാൻ പറഞ്ഞു, ഞാൻ പണിതു. എന്നോട് എൻ്റെ ദൈവം എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. എല്ലാവരും പറയുന്നത് ശരിയല്ല, നിന്റെ തീരുമാനം ശരിയല്ല, നീ ചെയ്തത് ശരിയല്ല. പക്ഷേ എനിക്കറിയാം, എൻ്റെ ദൈവം പറയുന്നത് ശരിയാകാതിരിക്കത്തില്ല, അത് ശരിയാകുക തന്നെ ചെയ്യും. സ്തോത്രം. അവൻ അങ്ങനെ ചെയ്തു. അങ്ങനെ നോഹയുടെ കാലഘട്ടത്തിൽ നിന്നാണ് ഇതിനൊരു ചേഞ്ച് ഉണ്ടായത്. ഞാനിവിടെ പറയട്ടെ, ഇവിടെ ദൈവം പുറന്തള്ളപ്പെട്ട ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവം ഉപേക്ഷിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ ദൂതന്മാർ നാട്ടിലേക്ക് വന്ന് ചില സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇവർ സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി ഇവർ താമസിക്കുന്നതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് വിപരീതമായി മാന്ത്രിക വിദ്യ ഈ മനുഷ്യനെ പഠിപ്പിച്ചു. ഇവരോട് സമ്പാദിച്ചു, നിങ്ങൾ എഴുത്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുത്. ഇന്ന വിധത്തിൽ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ, ഇന്ന വിധത്തിൽ 101, 1001 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും. ഈ വിധത്തിലായിരിക്കപ്പെടുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക. സ്തോത്രം. രാവിലെ ഈ തുണി ഉടുത്തുകൊണ്ട് സ്തോത്രം അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്തോത്രം, ഈ വിധത്തിലേക്ക് നീ സൂര്യ നമസ്കാരം ചെയ്തു കഴിഞ്ഞാൽ, ഈ വിധത്തിലേക്ക് നീ കാല് മടക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ, ഈ വിധത്തിൽ നീ നടന്നു കഴിഞ്ഞാൽ, ഈ വിധത്തിൽ നീ സംസാരിച്ചു കഴിഞ്ഞാൽ, ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചില ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, നീ എഴുത്. ഈ ആഭിചാരം, മന്ത്രവാദം ഇതെല്ലാം ഉണ്ടായത് ദൈവം പുറന്തള്ളപ്പെട്ട ദൂതന്മാർ ലൂസിഫറും കൂട്ടരും കടന്നുവന്ന് മനുഷ്യനെ പഠിപ്പിച്ചപ്പോൾ അത് പുസ്തക രൂപത്തിലേക്ക് കടന്നു വന്നപ്പോൾ, പിന്നത്തേതിൽ സാധാരണ പുസ്തകമല്ലാത്തത് കൊണ്ട് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ 50,000 വെള്ളിക്കാശാകുന്ന 50 ലക്ഷം രൂപ വിലപിടിപ്പുള്ള വിധത്തിലേക്കുള്ള വലിയ വലിയ പുസ്തകങ്ങളായി അത് രൂപാന്തരപ്പെട്ട് മാറിയതിൻ്റെതായിട്ടുള്ള അനന്തര ഫലങ്ങളാണ് ഈ കാലഘട്ടത്തിലേക്ക് മാനവരാശി ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് സ്തോത്രം അവരെ പഠിപ്പിച്ചത് ചില പൂജകൾ. ഞാൻ പറയുന്നത് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ അല്ല. ഞാനൊരു പൂജകളെന്ന് പറയുമ്പോൾ പൂജകൾ എല്ലാവർക്കും ഉണ്ട്, ആരെയും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അവരതിന് വേണ്ടിയിട്ട് അവരെ അഭ്യസിപ്പിച്ചു. ആ രീതിയിൽ അത് ചെയ്യണം. ആ വീട്ടിൻ്റെ മധ്യഭാഗത്തിലെ റൂമിൽ
വലിയൊരു കുഴി കുടിക്കണം. ആ കുഴിക്കകത്ത് വലിയൊരു ചെമ്പറക്കണം. ആ ചെമ്പറക്കിയതിന് ശേഷം അതിനകത്ത് ഇന്ന പൂക്കളെല്ലാം വയ്ക്കണം, ഇന്ന കാര്യാദികളെല്ലാം വയ്ക്കണം, ക്രമീകരിക്കണം. എന്നിട്ട് അർദ്ധരാത്രിയിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ 41 ദിവസം അവിടെ കർമ്മങ്ങൾ, ക്രിയകൾ കൃത്യമായി ചെയ്യണം. അത് ആർക്കും വിപരീതമായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. എന്തൊക്കെയോ ആവശ്യങ്ങൾ നിമിത്തം അത് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടൊരു അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയെ തിരിച്ചറിയപ്പെടുന്നു, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് വരുന്നു. കാര്യാദികൾ അതിനുള്ള കാശ് ചിലവുകൾ കാര്യാദികൾ ചെയ്യുന്നു. ചില പൂജകൾ നിമിത്തത്തിലൂടെ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും നടക്കുന്നു. ചില വാക്കുകൾ പ്രൈസ് ഗോഡ്, എനിക്കറിയത്തില്ല, ഞാനതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കൂടുതൽ അറിയത്തില്ല. അതുകൊണ്ട് വാക്കുകൾ ഇപ്പോൾ പറഞ്ഞാലും ചിലപ്പോൾ ശരിയാകത്തില്ല, പറയാൻ പാടില്ലല്ലോ, അല്ലേ? ആകത്തില്ല. അപ്പോൾ ചില വാക്കുകൾ ചിലർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കപ്പെടും. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ്? ആ സാത്താന്യ ശക്തിയെ ഉപയോഗിച്ച് എന്തൊക്കെയോ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ പ്രത്യേക ചില വാക്കുകൾ ഇങ്ങനെ മന്ത്രം പറയും. ഒന്ന് ഞാൻ പറഞ്ഞു, കർമ്മങ്ങൾ, പൂജകൾ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. സ്വത്രം. മറ്റൊന്ന് ആമേൻ, വാക്കുകൾ. ചില വാക്കുകൾ ഇവരെ പഠിപ്പിച്ചു. ഈ വാക്കുകൾ ആ വിധത്തിൽ ഇവർ ചെയ്ത് വന്നു. ഇതിനെ പഠിപ്പിച്ചതാര്? ലൂസിഫറും കൂട്ടരുമായിരുന്നു. ഇതിനെ മനുഷ്യനെ പ്രാക്ടീസ് കൊടുത്തതാര്? ഈ ലൂസിഫറും കൂട്ടരുമായിരുന്നു. ഇതിനെ പുസ്തകത്തിലാക്കി വെച്ചതാര്? ലൂസിഫറും കൂട്ടരുമായിരുന്നു. മറ്റ് ചില പ്രാക്ടീസ്, നമ്മുടെ ഫാസ്റ്റിംഗ് ഒക്കെ എന്ന പോലെ തന്നെ സ്തോത്രം, ചില ഭക്ഷണങ്ങൾ കഴിക്കാതെ, ചില യാത്രകൾ ചെയ്യാതെ, സ്തോത്രം ആമേൻ, കുഞ്ഞുങ്ങളോട് സംസാരിക്കാതെ, ഭാര്യയോട് സംസാരിക്കാതെ, അല്ലെങ്കിൽ ഭർത്താവിനെ മുഖാമുഖം കാണാതെ, ഇങ്ങനെ തുടങ്ങിയുള്ള പ്രത്യേക രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്തു. മാസങ്ങളോളം, ദിവസങ്ങളോളം ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിരുന്ന്, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി സ്വാദുഭോജനങ്ങളെല്ലാം മാറ്റിവെച്ച്, സുഖലോലുഭതകളെല്ലാം മാറ്റിവെച്ച് ചിലത് അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ശരീരത്തിലേക്ക്, ലൈഫ് സ്റ്റൈലിലേക്കും ചില കാര്യാദികളെ അവർ ചെയ്യുവാൻ തുടങ്ങി. ഇതിനെയെല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു ആഭിചാരമായി, ഇതൊരു മന്ത്രവാദമായി സ്തോത്രം പുസ്തക രൂപത്തിൽ കടന്നു വന്നപ്പോൾ അതിനെ ചിലർ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. അതിലുമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിട്ട് അതിനെ കൊണ്ട് കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ചില മതങ്ങളോടൊപ്പം ചിലത് ചേർന്നു. സ്തോത്രം. മതം, പലപ്പോഴും മതത്തിൻ്റെ കീഴിൽ ആഭിചാരങ്ങളുണ്ട്, മതത്തിൻ്റെ കീഴിൽ മന്ത്രവാദങ്ങളുണ്ട്. മതത്തിൻ്റെ സഹായത്തോടുകൂടി മനുഷ്യനിത് ചെയ്യുവാനായിട്ട് തുടങ്ങി. 2, പ്രകൃതിയുമായി ഇതിനെ കണക്റ്റാക്കി. സൂര്യനുമായി കണക്ട് ചെയ്തു, വലിയ വമ്പൻ പാരമ്പര്യമുള്ള വൃക്ഷങ്ങളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തു. ഈ പ്രാക്ടീസുകൾ, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ചുള്ള മന്ത്രോച്ചാരണങ്ങൾ, ഇതെല്ലാം വലിയ വമ്പൻ സ്തോത്രം മരങ്ങളുമായി, അതോടൊപ്പം അഗ്നിയുമായി ഇതിനെ കണക്ട് ചെയ്തു. അതുകൊണ്ടാണ് അഗ്നിപ്രവേശനം ചെയ്യിപ്പിക്കരുത് എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ കർത്താവ് പറഞ്ഞത്. അഗ്നിയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തു, വായുവുമായി ഇതിനെ കണക്ട് ചെയ്തു, സ്തോത്രം ജലവുമായി ഇതിനെ കണക്ട് ചെയ്തു. ഇങ്ങനെ പ്രകൃതിയുടെ സപ്പോർട്ടോടുകൂടി, അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇതിനെ കണക്ട് ചെയ്യുവാനായി തുടങ്ങി. 1 മതവുമായി കണക്ട് ചെയ്തു, 2 പ്രകൃതിയുമായി അതേ കണക്ട് ചെയ്തു. 3ാമത്തെ ഭാഗത്തിലേക്ക് നോക്കുന്ന സമയത്ത് പാരമ്പര്യമായ ചില ആചാരങ്ങളുമായി കണക്ട് ചെയ്തു. പരമ്പരാഗതമായ, ഞാനിതെല്ലാം പറയുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾക്ക് പ്രകൃതിയുമായി കണക്ട് ചെയ്ത ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മതങ്ങളുമായി കണക്റ്റായി ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? പരമ്പരാഗതമായ ആചാരമെന്ന് പറഞ്ഞ് ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇതെൻ്റെ അപ്പുപ്പൻ്റെ കാലഘട്ടം മുതലേ ചെയ്തു വരുന്നതാണ്. പരമ്പരാഗതമായി വർഷങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ട്. ഇതിന് അവർക്കതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി വ്യക്തമായിട്ട് അറിയത്തില്ല എങ്കിലും അതൊരു പാരമ്പര്യമാണ്. എൻ്റെ അപ്പനും അപ്പുപ്പൻ്റെ അപ്പുപ്പന്മാരുമൊക്കെ ചെയ്തു വരുന്നതാണ് ഈ ശൈലി. അതുകൊണ്ട് ഞങ്ങളും ഇതിനെ ഫോളോ ചെയ്യുന്നു. ഇങ്ങനെ ആഭിചാരം, ഇല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക്, ഇതെല്ലാം വൈറ്റ് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം.
അതായത് മറ്റൊരുത്തിന് ദോഷം വരാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തതിന് വൈറ്റ് മാജിക് എന്നും, മറ്റൊരു വ്യക്തിക്ക് ദോഷം വരാൻ വേണ്ടിയിട്ട് ശത്രു സംഹാരത്തിന് വേണ്ടി ചെയ്തതിന് ബ്ലാക്ക് മാജിക് എന്നും ഒക്കെ തരത്തിൽ ഇങ്ങനെ തരംതിരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. വൈറ്റ് മാജിക് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട്, സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയുമായും മതവുമായും പാരമ്പര്യ ആചാരങ്ങളുമായിട്ടും സ്വതന്ത്രം ഇങ്ങനെ ചെയ്യുന്ന ചില പ്രത്യേക ശൈലികൾക്ക് ആഭിചാരമെന്നും മന്ത്രവാദമെന്നും സ്തോത്രം ക്ഷുദ്രമെന്നും ഒക്കെ നമുക്ക് അതിൻ്റെ വകതിരിവുകളെ തിരിച്ചു മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടും. ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രത്യേകത മറ്റൊന്നുമായിരുന്നില്ല. സ്തോത്രം അദൃശ്യ ലോകത്തിൽ നിന്ന് ചില ശക്തികളെ ആവാഹിച്ചെടുത്ത് ദൃശ്യലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം. അദൃശ്യ ലോകത്തിൻ്റെ ശക്തിയെ കൊണ്ട് ദൃശ്യലോകത്തിനകത്തേക്ക് ചില അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നന്മയ്ക്ക് വേണ്ടിയിട്ടോ തിന്മയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെയുള്ള ചില ഭാഗങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഭാഗങ്ങളെ കൊണ്ട് സ്തോത്രം അത് ചെയ്യുന്നു. അപ്പോൾ അതിൽ ചില വൈറ്റ് മാജിക്കുകൾ ഉദ്ദേശിക്കപ്പെടുന്ന സമയത്തിൽ അവർക്ക് നന്മയുണ്ടാകാൻ, നല്ല ആരോഗ്യം കിട്ടാൻ, സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ ഒക്കെ അതിൻ്റെ അന്യശക്തികളെ അല്ലെങ്കിൽ മരിച്ചതിനെയൊക്കെ വിളിച്ചു വരുത്തി, ചില ഭൂതപ്രേതകളെ വിളിച്ചു വരുത്തി, ചില മന്ത്രോച്ചാരണത്തിലൂടെയൊക്കെ അതിനെ വിളിച്ചു വരുത്തിയിട്ട് ഭൗതിക ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ യൂസ് ചെയ്യുക. ഭൗതിക ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെയൊക്കെയും വേർതിരിച്ച് വയ്ക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. എന്നാൽ ഇപ്പോൾ ഇതിൽ പലപ്പോഴും വൈറ്റ് മാജിക്കിന് വേണ്ടി തുടങ്ങിയിട്ട് പിന്നത്തേതിൽ മനുഷ്യൻ്റെ ആവശ്യമനുസരിച്ച് ബ്ലാക്ക് മാജിക്കിലേക്ക് പോകുന്നു. ബ്ലാക്ക് മാജിക്ക് പലപ്പോഴും ഉദ്ദേശിക്കുന്നത് വലിയ വമ്പൻ ബിസിനസ്സുകളിലാണ്. എതിർശക്തികൾ മനുഷ്യനെ ചതിക്കുന്നോ വഞ്ചിക്കുന്നോ അല്ല, അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ടും ഈ ലോകത്തിൽ മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം പിശാച് ആകർഷിക്കുന്ന വലിയൊരു റലമുണ്ട്. ആ റലത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ 40-ലധികമുള്ള ആഭിചാരങ്ങൾ ഈ ലോകത്തിലേക്ക് ഉണ്ട് എന്നുള്ളത് ബ്ലാക്ക് മാജിക് മാത്രമല്ല. റെഡ് മാജിക്കിനെ കുറിച്ച് സ്വത്രം നമുക്ക് മനസ്സിലാകണേ. ബ്ലഡ് ഉപയോഗിച്ച്, ഞാനിപ്പോൾ ബ്ലാക്ക് മാജിക് ഞാൻ പറഞ്ഞത് അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്പിരിച്വൽ റലത്തിൽ നിന്ന് ഒരു സ്പിരിറ്റിനെ കൊണ്ടുവന്ന് ഫിസിക്കൽ റലത്തിൽ ആക്ടിവേറ്റ് ആക്കുക. സ്തോത്രം. അതിന് പല കാരണമുണ്ട്, ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതുണ്ട്. അപ്പോൾ പലതും അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, നന്ദിക്ക് വേണ്ടിയിട്ട്, മറ്റൊരാളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ള രീതിയിൽ പല രീതിയിലുള്ള സ്തോത്രം ഭാഗങ്ങൾ ചെയ്യുന്ന ഒരു ബ്ലാക്ക് മാജിക് എന്നുള്ളതിനെ കുറിച്ച്. റെഡ് മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്പിരിച്വൽ റലത്തിൽ നിന്ന് ഫിസിക്കൽ റലത്തിലേക്ക് കൊണ്ടുവരിക. ഫിസിക്കൽ റലത്തിൽ തന്നെ ഉള്ള ബ്ലഡ് ഉപയോഗിച്ച്, രക്തം ഉപയോഗിച്ച് ചില കർമ്മങ്ങൾ ചെയ്യുന്ന അനുഭവം. കുഞ്ഞുങ്ങളെ അറുത്ത്, സ്വത്രം ഭർത്താവിനെ വേണമെങ്കിൽ അറുത്ത്, അല്ല എങ്കിൽ മനുഷ്യനെ തന്നെ അറുത്ത്, അങ്ങനെ സ്വത്രം രക്തമുപയോഗിച്ച് ചില ക്രിയകൾ, ചില കർമ്മങ്ങൾ. ഇതിനെ സ്വത്രം റെഡ് മാജിക് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടും. ഇതെല്ലാം പിശാചിൻ്റെ അടുത്ത തലമുറകൾക്കെതിരായിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞാലേ നമുക്ക് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റൂ. നമുക്കിതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് കഴിയപ്പെടത്തേ ഉള്ളൂ. അല്ല, അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് വിവേചിക്കാൻ കഴിയത്തുള്ളൂ. ഞാനിപ്പോൾ ഏത് റലത്തിലാണ് നിൽക്കുന്നത്, ഏതാണ് എന്നെ അഫക്റ്റ് ചെയ്യുന്ന ഭാഗം, ഏതാണ്, എവിടെ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടു പോകേണ്ടത്. സ്വത്രം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടായിരുന്നു. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നെക്രോമൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്രം മരിച്ച വ്യക്തികളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി അതുപയോഗിച്ച് സ്തോത്രം ശിലാഭിചാരങ്ങൾ ചെയ്യുന്ന രീതി. അതിനകത്ത് തലയോട്ടി, അസ്ഥികൾ ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ജനത്തിനെ നോക്കുന്ന സമയത്തിൽ നമ്മൾ ചിലതിൽ നിന്ന് ഓടി രക്ഷപ്പെടണം, ചിലതിൽ നിന്ന് നമ്മൾ എതിർത്ത് നിൽക്കണം, ചിലതിൽ നിന്ന് നമ്മൾ മാറണം. നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആകാൻ പാടില്ല. അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധം പറഞ്ഞു സ്വർഗരാജ്യം അവകാശമാകത്തില്ല. സ്തോത്രം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ത്യകാലത്തിൻ്റെ ഉണർവിന് വേണ്ടിയിട്ട് സ്വർഗം ദൈവസഭയെ വേർതിരിച്ചു കൊണ്ടുവരപ്പെടുമ്പോൾ ആ മേഖലകൾക്കകത്ത് നമ്മൾ അറിവില്ലാത്തവരാകരുത്. ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും പിശാചിൻ്റെ സൂത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് വിജയ ശ്രീലാളിതരായിട്ട് തീരുവാൻ ദൈവപൈതങ്ങൾ ശ്രമിക്കണം. മാത്രമല്ല, നിങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വാധീനങ്ങളിൽ നിങ്ങൾ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു യഹോവ റാഫ നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ശക്തനാണെന്നുള്ളത് മറക്കരുത്. നിങ്ങൾക്ക് അറിവ് കിട്ടുന്നതനുസരിച്ച് അത് ഡെലിവറൻസ് ആരംഭിക്കുകയാണ്.
ആരംഭിക്കുകയാണ്, ഒരു വിടുതൽ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെയും അറിവില്ലാത്തത് കൊണ്ട് സാത്താൻ അവിടെ ഒളിഞ്ഞിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു അറിവ് തന്നിട്ടുണ്ടെങ്കിൽ ഈ അറിവ് ഉപയോഗിച്ച് സ്വർഗത്തിലെ കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പൂർണ്ണമായിട്ടും വിടുവിക്കുവാൻ ശക്തനാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ ഏതെങ്കിലും ആഭിചാരത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും.